കണ്ണൂരിൽ CPM അടുത്ത തലമുറയിലേക്കുള്ള ക്രിമിനലുകളെ ഈ SFIക്കാരിൽ കൂടി വളർത്തുകയാണ്. ഈ ITIയിലും തൊട്ടപ്പുറത്തെ പോളിടെക്നിക്കിലേക്കും 2 യൂണിയൻ ഓഫീസുകളും ഇടിമുറികളാണ്. അത് KSUകാരെ മാത്രമല്ല, SFI അല്ലാത്ത എല്ലാവരെയും അവർ ആക്രമിക്കുകയാണ്. ഏതോ ഇൻസ്റ്റഗ്രാമിൽ ഒരു വിഷയത്തിന് ലൈക്ക് ഇട്ടു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം KSU അനുഭാവിയല്ലാത്തൊരു കുട്ടിയെ കൊണ്ടുപോയി ഇടിമുറിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. ഇതെന്താണ് ഈ സംസ്ഥാനത്ത് ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നത്? മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമിച്ചിരിക്കുന്നത്. ഒരു കുട്ടിക്ക് ഗുരുതരമായ പരിക്കാണുള്ളത്, അല്ല നട്ടലിനാണ് ക്ഷതമേറ്റിരിക്കുന്നത്. കുറേ ക്രിമിനലുകൾ വന്ന് വ്യാപകമായ ആക്രമണം നടത്തുകയാണ്. കുറേ അധ്യാപകരതിന് കൂട്ടുനിൽക്കുകയാണ്. ഒരു നടപടിയെടുക്കാതെ കൂട്ടുനിൽക്കുകയാണ്. നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ കൂട്ടുനിൽക്കുക. പ്രിൻസിപ്പൽ നിസ്സഹായനായി നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് അവിടെ വരാൻ പറ്റില്ല. പച്ച തെറിയാണ് പറയുന്നത്. ഈ അവരുടെ കൂടെ നിൽക്കാത്ത അധ്യാപകരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നതിൽ ഒരു ക്യാമ്പസിലും കാണാത്ത തരത്തിലുള്ള ക്രൂരതയാണ്. നമുക്ക് നോക്കാം, ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റുമെന്ന് ഞങ്ങൾ നോക്കാം. നമസ്കാരം. പിണറായി അടുത്ത തലമുറയിലേക്കുള്ള ക്രിമിനലുകളെയും ഗുണ്ടകളെയും വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നു. കണ്ണൂർ തോട്ടട ITയിൽ KSUവും SFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ KSU വിദ്യാർത്ഥികളെ യാതൊരു പ്രകോപനവുമില്ലാതെ SFI ക്രിമിനലുകൾ CPMൻ്റെയും DYFI ഗുണ്ടകളുടെയും സഹായത്തോടുകൂടി പോലീസിൻ്റെ ഒത്താശയോടുകൂടി ഇടിമുറികളിൽ കയറ്റി മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് മർദ്ദിച്ച് അവശരാക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല, സമ്മതിക്കുന്നതല്ല. ഞങ്ങളുടെ കുട്ടികളെ തൊടാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇതെൻ്റെ വാക്കുകളല്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചതാണ്. പിണറായി വിജയൻ അടുത്ത തലമുറയിലേക്കുള്ള ക്രിമിനലുകൾ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കലാശാലകളും കലാലയങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട്. അതുതന്നെയാണ് കണ്ണൂർ തോട്ടടയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ സംഘർഷത്തിന് കൂട്ടുനിൽക്കുന്നത് പോലീസാണ്. SFIക്കാരെ മുൻനിർത്തിക്കൊണ്ട് പുറമേ നിന്നുള്ള DYFIക്കാരും CPMൻ്റെ ഗുണ്ടകളുമാണ് 18ഉം 19ഉം വയസ്സും മാത്രമുള്ള KSUവിൻ്റെ വിദ്യാർത്ഥികളെ അതിക്രൂരമായി മർദ്ദിക്കുന്നത്. ഇത് എവിടെ നടക്കും? കേരളത്തിലെ ഏത് ക്യാമ്പസിൽ നടക്കും എന്നാണ് VD സതീശൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുന്നത്. പിണറായി വിജയനെ ഇതിനെല്ലാത്തിനും ഉത്തരം പറയിപ്പിക്കും എന്ന് തന്നെയാണ് പോലീസിനോട് VD സതീശൻ പറഞ്ഞത്. പോലീസുകാർ സൂക്ഷിച്ചു കളിച്ചാൽ അവർക്ക് തന്നെ നല്ലത്. നിങ്ങൾ തലമറന്ന് എണ്ണ തേച്ച് പിണറായി വിജയന് കുഴലൂതിക്കൊണ്ട് എല്ലാ കാലവും വാഴ്ത്തുപാട്ട് പാടി നടക്കാമെന്ന് വിചാരിക്കരുത്. ഭരണം മാറി വരും, തീർച്ചയായും ഞങ്ങൾ പേരെടുത്ത് വെച്ചിട്ടുണ്ട്, ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാണ് VD സതീശൻ പറയാതെ പറഞ്ഞു വച്ചത്. KSU വിദ്യാർത്ഥികളെ 17ഉം 18ഉം 19ഉം എല്ലാം വയസ്സുള്ള കുട്ടികളെ അതിക്രൂരമായി ഇടിമുറികളിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്നതിന് ഏത് തരത്തിൽ ന്യായീകരിക്കാൻ പറ്റും എന്നാണ് VD സതീശൻ ചോദിച്ചത്. VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചത്. ഇത് കാടത്തമാണ്, ക്രൂരതയാണ്. ഒരു കാരണവശാലും കുട്ടികളോട് ഇങ്ങനെ പെരുമാറുന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല. എന്തായാലും ഇതിന് ഏതറ്റം വരെയും ഞങ്ങൾ പോകും. ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കുവാൻ വേണ്ടി എന്ത് നിലപാടും എടുക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്നാണ് പോലീസിനോട് മുഖത്ത് നോക്കിക്കൊണ്ട് VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ പ്രതികരിച്ചത്. VD സതീശന്റെ പ്രതികരണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇന്ന് രാവിലെ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ വന്ന് എന്നോട് പരാതി പറഞ്ഞ, തുടർച്ചയായ അക്രമമാണ് എന്ന് പരാതി പറഞ്ഞ കുട്ടികളാണ് ഇന്നിപ്പോൾ അടിയേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നത്. അവിടെ നാളെ ഇലക്ഷന് നോമിനേഷൻ കൊടുക്കേണ്ട ദിവസമാണ്. അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രൂരമായ ആക്രമണം SFI നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ. കണ്ണൂരിൽ CPM അടുത്ത തലമുറയിലേക്കുള്ള ക്രിമിനലുകളെ ഈ SFIക്കാരിൽ കൂടി വളർത്തുകയാണ്. ഈ ITIയിലും തൊട്ടപ്പുറത്തെ പോളിടെക്നിക്കിലേക്കും 2 യൂണിയൻ ഓഫീസുകളും ഇടിമുറികളാണ്. അത് KSUകാരെ മാത്രമല്ല, SFI അല്ലാത്ത എല്ലാവരെയും അവർ ആക്രമിക്കുകയാണ്. ഏതോ ഇൻസ്റ്റഗ്രാമിൽ ഒരു വിഷയത്തിന് ലൈക്ക് ഇട്ടു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം KSU അനുഭാവിയല്ലാത്തൊരു കുട്ടിയെ കൊണ്ടുപോയി ഇടിമുറിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. ഇതെന്താണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത്? പോളിടെക്നിക്കിലും ITIയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് പ്രായമുണ്ട്? 18ഉം 19 വയസ്സൊക്കെ ഉള്ള കുട്ടികളെയാണ് ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നത്. മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമിച്ചിരിക്കുന്നത്. ഒരു കുട്ടിക്ക് ഗുരുതരമായ പരിക്കാണുള്ളത്, അല്ല നട്ടലിനാണ് ക്ഷതമേറ്റിരിക്കുന്നത്. കുറേ ക്രിമിനലുകൾ വന്ന് വ്യാപകമായ ആക്രമണം നടത്തുകയാണ്. കുറേ അധ്യാപകരതിന് കൂട്ടുനിൽക്കുകയാണ്. ഒരു നടപടിയെടുക്കാതെ കൂട്ടുനിൽക്കുകയാണ്. നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ കൂട്ടുനിൽക്കുകയാണ്. നിങ്ങളെ മാധ്യമപ്രവർത്തകരെ തടഞ്ഞാൽ അവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫാണ്. കുറേ അധ്യാപകർ ഇതിന് കൂട്ടുനിൽക്കുകയാണ്. പ്രിൻസിപ്പൽ നിസ്സഹായനായി നിൽക്കുകയാണ്. കാരണം
അദ്ദേഹത്തിന് അവിടെ വരാൻ പറ്റില്ല. പച്ച തെറിയാണ് പറയുന്നത്. ഈ അവരുടെ കൂടെ നിൽക്കാത്ത അധ്യാപകരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയാണ്. ഏറ്റവും മോശമായ പദപ്രയോഗങ്ങൾ നടത്തിയാണ്. അവരുടെ കൂടെ നിൽക്കാത്ത അധ്യാപകരെ കയ്യേറ്റം ചെയ്യാണ്. എങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നത്? SFI അല്ലാത്ത എല്ലാവരും ആക്രമിക്കപ്പെടുകയാണ്. ഇത് അവസാനിപ്പിച്ചേ മതിയാവൂ. പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കണം. പുറത്ത് പോലീസിനെ നിർത്തിയിട്ട് ഗേറ്റ് പൂട്ടിയിട്ടാണ് അകത്ത് അക്രമം നടക്കുന്നത്. പോലീസ് ലാത്തി ചാർജ് ചെയ്ത് ആരെയാണ്? പോലീസ് ലാത്തി ചാർജ് ചെയ്ത് ഇരകളായിട്ടുള്ള ആളുകളാണ് ലാത്തി ചാർജ് ചെയ്തത്. അക്രമികൾ പോലീസിൻ്റെ അടുത്ത് നിന്നാണ് നിർദ്ദേശം കൊടുക്കുന്നത്. SFI ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ക്രിമിനലുകളാണ് ഇത് ചെയ്തത് മുഴുവൻ. അവർക്ക് ഈ CPM നേതൃത്വമാണ് മുഴുവൻ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നത്. എന്ത് വൃത്തികേട്! ഇത് ഏത് കാലത്താണ് ഇവർ ജീവിക്കുന്നത്? ഇങ്ങനെയാണ് ഇത് വളർത്തുന്നത്. ഇങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടന വളർത്തുന്നത്. ഏറ്റവും ഹീനമായ രീതിയിലുള്ള അക്രമമാണ് അത്. പോലീസ് വേണ്ട രീതിയിലുള്ള നടപടികളുമായി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ പാർട്ടി ഇത് ഗൗരവമായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കും. ഞങ്ങൾ ആലോചിക്കട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ ആലോചിക്കട്ടെ. ഏത് തരത്തിലുള്ള സമരവുമാക്കി ഞങ്ങൾ മാറ്റിയെടുക്കും. വളരെ ഗൗരവത്തോടുകൂടി ഞങ്ങൾ ഈ വിഷയത്തെ നോക്കിക്കാണുകയാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല. ഒരു തരത്തിലും ഞങ്ങളുടെ കുട്ടികളെ ഈ ക്രിമിനലുകളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു കാര്യമില്ല, പോലീസിന്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഈ ക്രിമിനലുകൾ നേതൃത്വം കൊടുക്കുന്നത്. ഈ അടിക്കാൻ വേണ്ടി പറയുന്നവനെ തൂക്കിയെടുക്കണ്ടേ പോലീസ്? അടിക്കാൻ വേണ്ടി പറയുന്ന SFI ജില്ലാ സെക്രട്ടറിയും നേതാവും ഒക്കെ പോലീസിന്റെ കൂട്ടത്തിൽ നിന്നാണ് ഈ പറയുന്നത്. അവരെ ഒന്ന് മാറ്റി ഒരു വണ്ടി കൊണ്ടുപോയി ഇരുത്താൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല. ഭയന്നാണ് പോലീസ് ഭരിക്കുന്നത്. വേറെ ആളുകളല്ലേ പോലീസിനെ നിയന്ത്രിക്കുന്നത്. ഞാൻ കമ്മീഷനോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഗൗരവമായി നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വീകരിച്ചില്ലേ നമുക്ക് അപ്പോൾ ആലോചിക്കാം നമുക്ക് എന്താ ചെയ്യണത്. അത് ഒരാൾക്ക് വളരെ ഗുരുതരമായ പരിക്കാണ്. കുട്ടികൾക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. വ്യാപകമായിട്ടാണ് ആയുധങ്ങൾ ഉപയോഗിച്ചാണ്. ആയുധപ്പുരയാണ് ഈ രണ്ട് ക്യാമ്പസും, ITIയും പോളിടെക്നിക്കും ആയുധപ്പുരയാണ്. പോലീസ് അത് റെയ്ഡ് ചെയ്ത് ആയുധങ്ങൾ പിടിക്കണം. അടിയന്തരമായി പിടിക്കണം. വേറെ ആൾക്ക് നോമിനേഷൻ പോലും കൊടുക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ അക്രമം നടത്തിയത്. നാളെ നോമിനേഷൻ തടയുന്നതിന് വേണ്ടി എന്ത് വില കൊടുത്തും ഞങ്ങൾ ഇതിനെ നേരിടും ഉറപ്പായിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അവിടെ KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം ഉണ്ടാവില്ലെന്ന് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാമല്ലോ. അവിടെ അങ്ങനെ ITIയിലും പോളിയിലും അതുണ്ടാവില്ലെന്ന് കണ്ണൂർ പത്രപ്രവർത്തനം നടത്തണം നിങ്ങളോട് ഞാൻ പറയണം? അവരാ പറയുന്നത് പച്ചക്കള്ളാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അവിടെ എന്താ നടക്കുന്നതെന്ന് ഞാൻ പറയില്ല. അവിടെ KSU ആകണമെന്നില്ലെന്ന്. നിഷ്പക്ഷനായിട്ട് ആ ക്യാമ്പസിൽ പഠിക്കാൻ പറ്റില്ല. അവർ കൊണ്ടേ അടിക്കുക, അതിൻ്റെ അകത്ത് കൊണ്ടേ അടിക്കും. നിഷ്പക്ഷനായ ആ സ്ഥിതിയാണ്. അതുപോലെ കേരളത്തിൽ ഒരു ക്യാമ്പസിലും കാണാത്ത തരത്തിലുള്ള ക്രൂരതയാണ്. നമുക്ക് നോക്കാം, ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ.